ഇന്ത്യയിൽ തന്നെ ലീഗലായിട്ട് ഇത്രയും കാലം നിന്നിട്ട് തന്നെ അവർ വലിയ തട്ടിപ്പാണ് നടത്തുന്നതെന്നാണ് ED ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. 500 കോടി ഫ്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ തുകയാണ്. പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പം മറ്റേ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ തന്നെ സ്പോൺസറായിരുന്നു. ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് വലിയ വലിയ ഗിവ് അവേസ് കൊടുക്കത്തില്ലേ? 10 ലക്ഷം 10 പേർക്ക് കൊടുക്കുക. ഏത് 1 കോടി രൂപയാണ്. ഇവിടെ നിന്നാണ് ആ ഫണ്ട് വരുന്നത് എന്നൊക്കെ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ അക്കൗണ്ട് അടിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കഴിഞ്ഞൊരു വീഡിയോ ചെയ്തതിന്റെ പേരിലാണ് ഇപ്പൊ 4ാമത്തെ വട്ടം അല്ലേ? 4ാമത്തെ വട്ടം ഇൻസ്റ്റാഗ്രാം ബാൻ ആവുന്നത്. ഇൻസ്റ്റാഗ്രാം ബാനേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട്, ഒരു ചെറിയ ടീമല്ല, പല സാധനങ്ങളും കൊടുക്കുന്നുണ്ട് ഗിവ് അവേ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതൊന്നും അല്ലാതെ വേറൊരു ടീമുണ്ട് ഗിവ് അവേ അല്ലാതെ ഇല്ലീഗൽ ലോട്ടറി നടത്തുന്നു. ഒരുപാട് ആൾക്കാരെ ട്രാപ്പായി പോകുന്നൊരു സംഭവം. കാരണം നമുക്ക് ഒരു ആപ്പ് എടുത്ത് തുറന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പൈസ കിട്ടുമെന്നുള്ളൊരു മായ കാഴ്ചയിലാണ് എല്ലാവരും. ചില സമയത്ത് ആളുകൾ ഇതുപോലെ എത്ര വിദ്യാഭ്യാസമുള്ളവരായാലും ചില സമയത്ത് ലോജിക്ക് ചിന്തിക്കില്ല. ഇത്ര പൈസ ഇട്ട് കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിനകത്ത് ഇത്ര ആയിട്ട് മടക്കി തരാമെന്ന് പറയുമ്പോൾ ഇതെങ്ങനെ പോസിബിൾ ആവുമോ എന്നുള്ള ചോദ്യം. കേരളത്തിൽ സൈബർ അല്ല, പണ്ട് തൊട്ടേ തട്ടിപ്പിന് പറ്റിയ നല്ല ഒരു സ്ഥലമാണ്, നല്ല സ്ഥലമാണ് ഈ പറയുന്ന സ്കാമറുടെ ഒരു ബുദ്ധിമോശം എന്ന് പറയണം. കാരണം അതിൽ ആളും മാർക്ക് സക്കർബർഗും കെട്ടിപ്പിടിച്ച് വെക്കുന്ന ഫോട്ടോ. പോൺസി സ്കീമുകൾ എന്ന് പറയുമ്പോൾ ഈ ഒരു ടേം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. തെളിവുകൾ സഹിതം അഭിജിത്ത് സംസാരിക്കുമ്പോഴത്തേക്കും ഒരുപാട് ഭീഷണികൾ. ഇഫ് ഇറ്റ് ഈസ് ടു ഗുഡ് ടു ബി ട്രൂ, എന്തോ പ്രശ്നമുണ്ട്. ഓൺലൈൻ സ്കാമുകളെ പറ്റി ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ തുറന്ന് സംസാരിച്ചിട്ടുള്ള കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള S. അഭിജിത്താണ് ഇന്ന് ഫിലിമി ബീച്ചിനൊപ്പം ഉള്ളത്. വെൽക്കം അഭിജിത്ത്. താങ്ക് യു. അപ്പോൾ ബെറ്റിംഗ് ആപ്പുകൾ ഇനി ഇല്ല, സർക്കാർ ബെറ്റിംഗ് ആപ്പുകൾ നിരോധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതെ, വളരെ ഏറ്റവും കൂടുതൽ ബെറ്റിംഗ് ആപ്പുകളെ കുറിച്ച് അതിന്റെ പിറകെ നടക്കുന്ന സത്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരാളാണ് അഭിജിത്ത്. അതെ, ഇപ്പോൾ ഒരുപാട് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു വിശ്വാസം വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഗവൺമെൻറ്റും കൂടെ ഇങ്ങനെ ഒരു ശക്തമായ നിലപാടെടുത്ത് പുതിയ നിയമം കൊണ്ടുവന്നതിൽ വളരെ സന്തോഷം തന്നെയാണ്. ശരിക്കും ഒഫീഷ്യലായിട്ടുള്ള ബെറ്റിംഗ് ആപ്പുകൾ മാത്രമായിരിക്കില്ലേ ഇപ്പോൾ നിരോധിക്കപ്പെട്ടിട്ടുള്ളത്? ഇപ്പോഴും അല്ലാത്ത അൺഒഫീഷ്യലി ഇല്ലീഗലായിട്ടുള്ള ബെറ്റിംഗ് ആപ്പുകൾ ആൾക്കാരുടെ ഇടയിൽ ഇപ്പോഴും, അതായത് ഒഫീഷ്യലായിട്ട് നിന്ന് ഇന്ത്യയിൽ ഒരു ഓഫീസൊക്കെ വെച്ചിട്ട് നിന്നിട്ടുണ്ടായിരുന്ന കുറേ ആപ്പുകളുണ്ടല്ലോ. പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പം മറ്റേ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ തന്നെ സ്പോൺസറായിരുന്നു ഒരു ആപ്പ്. അപ്പോൾ അവരെ വരെ നിരോധിച്ചത്. അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിനി പുതിയൊരു ഇന്ത്യയിൽ തുടരാൻ പറ്റില്ല ആ ഒരു പൈസ ഇട്ടിട്ടുള്ള കളികൾ. അതിന് കാരണം പുതിയ നിയമം തന്നെയാണ്. അതായത് ഇന്ത്യയിൽ ഓഫീസുള്ള കുറേ കമ്പനികൾ, ഇപ്പോൾ അത് മാത്രമല്ലാതെ ഇപ്പോൾ വേറൊരു കമ്പനി ഉണ്ടായി, അവരുടെ ഫൗണ്ടേഴ്സ് ഉണ്ടാകും. ധോണിയായിരുന്നു അവരുടെ പ്രൊമോട്ടർ അല്ലെങ്കിൽ അവരുടെ ബ്രാൻഡ് അംബാസഡർ. അവരെ 2 പേരെയും ഈ കഴിഞ്ഞ ആഴ്ച അറസ്റ്റ് ചെയ്തിട്ടുണ്ടായി. 2 അവരുടെ ഫൗണ്ടേഴ്സിന്. പിന്നെ അവരുടെ കമ്പനിയുടെ 505 കോടി രൂപ ഫണ്ട് വരെ ഫ്രീസ് ചെയ്തു ED. കാരണം അങ്ങനെയാണ് കാര്യങ്ങൾ. അതായത് അവർ ഇന്ത്യയിൽ തന്നെ ലീഗലായിട്ട് ഇത്രയും കാലം നിന്നിട്ട് തന്നെ അവർ വലിയ തട്ടിപ്പാണ് നടത്തുന്നതെന്നാണ് ED ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. 500 കോടി ഫ്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ തുകയാണ്. അത് നമ്മുടെ നാട്ടുകാരുടെ പൈസ തന്നെ. അപ്പോൾ ഇതേപോലത്തെ ഇന്ത്യയിൽ ലീഗലായിട്ട് നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഓഫീസൊക്കെ ഉണ്ടായിരുന്ന ഇന്ത്യൻ കമ്പനികൾക്കൊന്നും തുടരാൻ പറ്റില്ല. അവർക്ക് ഒഫീഷ്യലായിട്ട് ഇനി ഒരു ഗെയിമും ഇറക്കാൻ പറ്റില്ല. പക്ഷേ പണ്ടും ഇല്ലീഗലായിട്ടുള്ള കുറേ ആപ്പുകളുണ്ടായിരുന്നു. അതിപ്പോഴും ഇല്ലീഗലായിട്ട് ഇങ്ങനെ തുടരുന്നു. പക്ഷെ അതും ഇല്ലീഗൽ തന്നെയാണ്. ഇല്ലീഗൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് അതിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പണ്ടത്തെ പോലെ എല്ലാത്തിനെയും അങ്ങോട്ട് എന്താ പറയുക നിരോധിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ ഇല്ലീഗലായിട്ട് നിൽക്കുന്ന സാധനങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇല്ലീഗലാകാമല്ലോ. നാട്ടിൽ എന്താ പറയുക ഡ്രഗ്സ് നിരോധിച്ചു എന്നൊക്കെ പറയുകയാണെങ്കിൽ തന്നെ നടക്കുമല്ലോ എന്നുള്ള രീതിക്കാണ് ഈ പറയുന്ന ഇല്ലീഗൽ കുറേ ആപ്പുകൾ ഇപ്പോഴും ഓടുന്നത്. ഗവൺമെൻറ് നിരോധിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റുകളുടെ ആക്സസ് നീക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവർ സ്റ്റിൽ ഹാപ്പൻസ്. അതായത് ഇൻ്റർനെറ്റ് അല്ലേ, അത് നമുക്ക് ഫുൾ ടൈം ഒരു ബ്ലോക്ക് ചെയ്താൽ ഇപ്പോൾ ഒരു എന്താ പറയുക ഫേസ്ബുക്ക് അല്ലെങ്കിൽ എന്താ പറയുക ഫേസ്ബുക്ക് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫേസ്ബുക്ക് വരില്ല. പക്ഷേ ഈ പറയുന്ന പോൺ സൈറ്റുകളൊക്കെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ വേറെ ഡൊമൈനും എടുത്തിട്ട് വരും എന്നുള്ള രീതിക്കാണ് ഈ പറയുന്ന ആപ്പുകൾ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. അഭിജിത്ത് ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി കോണ്ടന്റ് ആയിട്ട് ആൾക്കാരുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ള കാരണം എന്തായിരുന്നു? ഒരു മോട്ടീവ് എത്തിപ്പെട്ടതാണ്. ഞാൻ കോണ്ടന്റ് ചെയ്തു തുടങ്ങിയത് ഞാൻ ടെക് ബേസ്ഡ് കണ്ടൻസ് ആയിരുന്നു. ടെക്കിൻ്റെ കൂടെ പിന്നെ ഒരു ചാനലും കൂടെ തുടങ്ങിയതാണ് ഈ പറയുന്ന S. അഭിജിത്ത് എന്നുള്ള പേരിൽ. അപ്പോൾ അതിൽ മെയിൻലി ഫിനാൻഷ്യൽ ഫ്രോഡുകൾ, ഡാർക്ക് സംഭവങ്ങൾ, കുറച്ചുകൂടെ
ആരും സംസാരിക്കാത്ത കുറേ കാര്യങ്ങളായിരുന്നു സംസാരിച്ച് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു വന്നതാണ്. പിന്നെ ചില കാര്യങ്ങളുടെ അല്ലെങ്കിൽ ചില തട്ടിപ്പുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പേര് എടുത്ത് പറയാതിരിക്കാൻ പറ്റാത്ത രീതിയിലായി. കാരണം ഒരു കഴിഞ്ഞ കൊല്ലത്തെ ഒരു ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പ്രൊമോഷനുകൾ എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, ആർക്കൊരു എന്താ എങ്ങനെയാ ഇപ്പോൾ പറയുക, ആർക്കൊരു ഒരു ലിമിറ്റോ ഒന്നുമില്ല, വായി തോന്നുന്നു വിളിച്ച് പറയുന്ന പോലെയാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിന്റെ ധാർമ്മികത ചോദ്യചിഹ്നത്തിലാണ്. ധാർമ്മികത എന്ന് പറയുമ്പോൾ അതെ, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് നല്ല രീതിക്ക് ചെയ്യുന്ന ഇഷ്ടംപോലെ കമ്പനികളും ഇഷ്ടംപോലെ ബ്രാൻഡുകളും ഇഷ്ടംപോലെ, അത് നല്ലൊരു എക്കോണമി തന്നെ ഉള്ളതാണ്. അപ്പോഴാണ് ഈ പറയുന്ന ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും വായി തുറന്ന് പറയാമെന്നുള്ള രീതിക്ക് ഓരോരുത്തർ ആൾക്കാർ ചെയ്യുന്നത്. ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസം വരെ ഒരു ഇൻഫ്ലുവൻസർ കണ്ടായിരുന്നു. ആള് എന്താണ് ATM പോയി പൈസ എടുക്കുന്നു, പഴയ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗവൺമെൻറ്റിനെതിരെ പുതിയ നിയമം വന്നിട്ടുണ്ട്, അത് ഫുള്ളി എഫക്റ്റ് ആയിട്ടതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവരിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതുപോലെ ഒരുപാട് തുറന്നു കാട്ടപ്പെട്ട ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടെങ്കിലും, അഭിജിത്ത് തന്നെ തുറന്നു കാട്ടിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടെങ്കിലും സ്റ്റിൽ അവർ ഒന്നല്ലെങ്കിൽ അടുത്ത വേറൊരു സാധനം പ്രൊമോട്ട് ചെയ്ത് അതിൻ്റെ അത് നല്ലതാണോ അല്ലെങ്കിൽ അത് എങ്ങനെയായിരിക്കും ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നൊന്നും ആലോചിക്കാണ്ട് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും. അതായത് എല്ലാവർക്കും ഒരു വിചാരമുണ്ട് ഈ ഇൻഫ്ലുവൻസേഴ്സ് നാടിന് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അങ്ങനെയൊന്നും അല്ല, എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയിട്ട് തന്നെ ചെയ്യുന്നു. ചിലർക്ക് പൈസ ഒരു നല്ല രീതിക്ക് ഉണ്ടാക്കണം എന്നുണ്ടാവുള്ളൂ, ചിലർക്ക് അങ്ങനെ ഉണ്ടാവില്ല. ചിലർക്ക് ആരെ പറ്റിച്ചിട്ടാണെങ്കിലും പൈസ ഉണ്ടാക്കിയാൽ മതി എന്നുണ്ടാവുള്ളൂ. അത്രേ ഉള്ളൂ വ്യത്യാസം. പിന്നെ ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് വലിയ വലിയ ഗിവ് അവേസ് കൊടുക്കത്തില്ലേ? പിന്നെ എങ്ങനെയാണിത് ഹാപ്പൻ ചെയ്യുന്നത്? ഇത്രയും വലിയ ഗിവ് അവേസ് എങ്ങനെ? ഈ ഇടയ്ക്ക് ഒരു മെയിൻ ഒരാളുണ്ടല്ലോ, 4 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരാൾ, പുള്ളിയുടെ വീഡിയോ ഞാൻ ഈ ഇടയ്ക്ക് ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ അക്കൗണ്ട് അടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന അയാളുടെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് 10 ലക്ഷം 10 പേർക്ക് കൊടുക്കുക. ഏത് 1 കോടി രൂപയെ ഇതെങ്ങനെയാണ് കൊടുക്കുന്നത്, എവിടെ നിന്നാണ് ആ ഫണ്ട് വരുന്നത് എന്നൊക്കെ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് തട്ടിപ്പിൻ്റെ ഫണ്ടാണ് എന്നുള്ളത് ഞാൻ പ്രൂഫ് അടക്കം വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ വന്ന് കമൻറ്റ് ഇട്ടിരിക്കുന്നത് ഇത് തട്ടിപ്പാണെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യുന്നു. പ്രൂഫല്ലേ കാണിച്ചത്. അതായത് അവർക്ക് ഈ പറയുന്ന ഫണ്ടിൻ്റെ സോഴ്സോ അതൊന്നും അറിയണ്ട, എങ്ങനെയെങ്കിലും വീഡിയോ ചെയ്യുക, ഈ പറയുന്ന 1 കോടി കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു 10-20% കമ്മീഷൻ കിട്ടും, അത് വാങ്ങിക്കുക എന്നുള്ളത് തന്നെയുള്ളൂ. പൈസ കിട്ടുമ്പം ആളുകളുടെ മനസ്സ് ചാഞ്ചാടുന്നതിന് ചൂഷണം ചെയ്യുന്നത് പോലുള്ള. അതെ. പിന്നെ ഗിവ് അവേ എന്ന് പറയുമ്പോൾ പിന്നെ ഈ പറയുന്ന വീഡിയോകളിൽ ഈ ഗിവ് അവേയുടെ വീഡിയോകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു 500K കമൻറ്റ് ഉണ്ടാവും. എത്ര ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ടാവും? ആൾക്കാർക്ക് അതായത് ആളുടെ അല്ലെങ്കിൽ പല ആൾക്കാരുടെയും ഗിവ് അവേയിലൊക്കെ കണ്ടിട്ടുള്ളത് ഈ പറയുന്ന ആൾക്കാർ ആരാ എന്താണെന്ന് നോക്കാതെ പോയി ഫോളോ ചെയ്ത് കമൻറ്റ് ചെയ്ത് കിട്ടിയാൽ കിട്ടട്ടെ, ലോട്ടറി എടുക്കണ പോലെയും കൂടെ അല്ലല്ലോ. 4 കമൻറ്റ് ഇട്ടാൽ മതിയല്ലോ, അല്ലെങ്കിൽ ഒരാളെ ഫോളോ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിക്കുള്ളൂ. പക്ഷേ ഇതിൻ്റെയൊക്കെ സോഴ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കി ചെല്ലുമ്പോൾ കുറച്ച് പ്രശ്നമായിരിക്കും. കാരണം വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കും, വെറുതെ ഒരു 10 പേർക്ക് 10 ലക്ഷം വെച്ച് കൊടുക്കണമെങ്കിൽ എന്തിനായിരിക്കും? എവിടുന്നായിരിക്കും? ഒരു ഉപയോഗമില്ലാണ്ട് ഒരാൾക്ക്. അതെ, ഈ 10 ലക്ഷം 10 കോടി അല്ലെങ്കിൽ 1 കോടി രൂപ ഇതിന് ആരെങ്കിലും ടാക്സ് കൊടുത്തതിൻ്റെ ആയിട്ടുള്ള കണക്കുണ്ടോ? ഈ പറയുന്ന ആളെത്ര, ഈ ഗിവ് അവേ കൊടുക്കുന്ന ആൾ ഇതിന് എത്ര കമ്മീഷൻ വാങ്ങിക്കുന്നുണ്ട് എന്നുള്ളതിന് കണക്കുണ്ടോ? ഇത് വൈറ്റ് ആണോ, ഇത് ബ്ലാക്ക് ആണോ, ഒന്നിനും ഒരു കണക്കും ഒന്നുമില്ല. ലക്ഷറി കാറുകൾ പല സാധനങ്ങളും കൊടുക്കുന്നുണ്ട് ഗിവ് അവേ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതൊന്നും അല്ലാതെ വേറൊരു ടീമുണ്ട് ഗിവ് അവേ അല്ലാതെ ഇല്ലീഗൽ ലോട്ടറി നടത്തുന്നത്. ആരാണെന്ന് എടുത്ത് പറയണ്ടല്ലോ, പലർക്കും അറിയുന്നുണ്ടാവും. വീട് കൊടുക്കുന്നു, എത്ര പേരാ വീട് കൊടുത്തത്? ഈ പറയുന്ന ആ ഒരു വീട് കൊടുത്തതിൽ വിവാദം വരെ ഉണ്ടായിരുന്നു. അവരുടെ ബന്ധുക്കാർക്കാണ് ആ വീട് പോയത്. നാട്ടുകാരൊക്കെ പൊട്ടന്മാർ. അത് വെറുതെ കമൻറ്റ് കൊടുത്തിട്ടല്ല, ഈ പറയുന്ന 2000 രൂപയുടെ കൂപ്പണും ഒക്കെ വെച്ചിട്ടാണ്. ഇത് ഇല്ലീഗൽ ലോട്ടറിയാണ്. ഈ കേരള സർക്കാർ ഇതിൽ ഇടപെട്ടിട്ട് ഇവരെയൊക്കെ പിടിക്കേണ്ടതാണ് ശരിക്കും. പക്ഷെ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവർ കർണാടകയിൽ പോയിട്ടാണ് ഈ ഗിവ് അവേ നടത്തുന്നത്. കർണാടകയിൽ അവിടുത്തെ ഗവൺമെൻറ് അവിടുത്തെ ആൾക്കാർ കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ കണ്ണടയ്ക്കും, അത്രേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന ഇവർക്കെതിരെ പല ആൾക്കാർക്കും ഈ ഇങ്ങനെ വീടുകൾ കൊടുക്കുന്ന ഗിവ് അവേ എടുത്ത് നോക്കിയാലും ഇതെല്ലാം നടക്കുന്നത് കർണാടകയിലെ മറ്റേ എവിടെയാണ് സ്ഥലത്തിൻ്റെ പേര് ഞാനിപ്പോൾ വായിലുണ്ട് കിട്ടുന്നില്ല, അവിടെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പണ്ടോട്ടേ നടക്കുന്ന ഒരു പരിപാടിയാണ് ഇങ്ങനെ ഒരു കൂപ്പൺ വെച്ചിട്ട് വീടും അങ്ങനത്തെ പല സാധനങ്ങളും കൊടുക്കുന്നത്. നാട്ടിലും കുറച്ച് പേര് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവരെയൊക്കെ പിടിക്കണം, ലോട്ടറി വകുപ്പ് ഇതൊക്കെ കാണണം.
ഈ ഒരു കഴിഞ്ഞൊരു വീഡിയോ ചെയ്തതിന്റെ പേരിലാണ് ഇപ്പൊ 4ാമത്തെ വട്ടം അല്ലേ, 4ാമത്തെ വട്ടം ഇൻസ്റ്റാഗ്രാം ബാൻ ആവുന്നത്. അതെ അതെ, 4 അക്കൗണ്ടുകൾ പോയിട്ടുണ്ട്. 4 അക്കൗണ്ട് പോയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് എന്തായിരുന്നു ബാൻ ആവാനുള്ള? ഫസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 2-3 കോപ്പിറൈറ്റ് സ്ട്രൈക്കുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. കോപ്പിറൈറ്റ് സ്ട്രൈക്കുകൾ കിട്ടിയത് ഒരു എന്താ പറയുക, ഒരു ഗാംബ്ലിംഗ് ആപ്പിൻ്റെ സൈഡിൽ നിന്നായിരുന്നു. ഇന്ത്യയിൽ ലീഗലായിട്ട് നിൽക്കുന്നുണ്ടായിരുന്ന ഒരു ആപ്പിൻ്റെ അടുത്തുനിന്നായിരുന്നു. അപ്പോൾ ഈ ആപ്പിൻ്റെ ആൾക്കാരെയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, കഴിഞ്ഞ ആഴ്ച ED പിടിച്ചു എന്ന് പറഞ്ഞത്. അത് ഈ ആപ്പിൻ്റെ ആൾക്കാരെയാണ്. അതുകൊണ്ട് നല്ല സന്തോഷം. അവർ രണ്ടുപേരെയും അതിൻ്റെ കോഫൗണ്ടേഴ്സ് രണ്ടുപേരെയും ED അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരിനിപ്പോൾ പുറത്തിറങ്ങാൻ കുറച്ച് സമയം എടുക്കും. കാരണം വലിയ വലിയ കേസുകളാണ് കിട്ടിയിരിക്കുന്നത്. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ ഇതും അങ്ങനെ ഒരുപാട് കേസുകളും, പിന്നെ 500 കോടി ബാനായതും ആപ്പൊക്കെ ഇപ്പോൾ ഡൗൺ ആയി. പക്ഷേ ഞാൻ ഇതേ ആപ്പ് തട്ടിപ്പാണെന്ന് പണ്ടേ പറഞ്ഞിട്ടുള്ള അങ്ങനെ പറഞ്ഞതിനാണ് അന്ന് കോപ്പിറൈറ്റ് സ്ട്രൈക്കും ഇതേപോലെ നമ്മുടെ ഇതേപോലെ ഒരു യൂട്യൂബ് ചാനലുകളോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളോ ഒക്കെ സൈലൻസ് ചെയ്യണമെങ്കിൽ അതിന് ഏറ്റവും എളുപ്പമാർഗ്ഗം കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കുക എന്നല്ലേ. അപ്പം യൂട്യൂബിലാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ബെറ്റർ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് സിസ്റ്റം നിലനിൽക്കുന്നുണ്ട്. നമ്മൾ കറക്റ്റ് അതേ ഫെയർ യൂസ് അല്ലാത്ത സാധനം ഉപയോഗിക്കുകയാണ്, അതേപോലെ എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് യൂട്യൂബ് ഇനേബിൾ ചെയ്യുള്ളൂ. പക്ഷേ മെറ്റ അങ്ങനെയല്ല. മെറ്റ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആരാ എന്താണെന്ന് നോക്കാതെ ഡിസേബിളും ബാനും ഒക്കെ ചെയ്യും. എന്ത് ചെയ്യാം? അഭിജിത്ത് പറയുന്നതിൽ സത്യങ്ങളുള്ളത് കൊണ്ടായിരിക്കില്ലേ ഈ അഭിജിത്ത് പറയുന്നവർ അഭിജിത്തിനെ വാടപ്പിക്കാൻ വേണ്ടി ഇതുപോലെ ശ്രമിക്കുന്നത്? ഓഫ്കോഴ്സ്. ഞാൻ സത്യങ്ങളെന്ന് പറയുമ്പോൾ ഞാനും വെറുതെ ഒന്നും വിളിച്ച് പറയുന്നില്ല. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ എല്ലാ വീഡിയോകൾ കണ്ടിട്ടുള്ളവർക്ക് എന്തായാലും അറിയുന്നുണ്ടാവും. ഞാൻ എന്ത് പറയുകയാണെങ്കിലും അതിന് പ്രൂഫ് ബാക്ക് ചെയ്തിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ പിന്നെ അത് ആയിരിക്കും അധികം ആൾക്കാർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആയിരിക്കുമല്ലോ. ഓഫ്കോഴ്സ്. അപ്പോൾ എന്താണ് അതിനെപ്പറ്റി തോന്നാറ്? ആൾക്കാരെല്ലാവരും അഭിജിത്ത് പറയുന്നതിനെ പറ്റി വിശ്വസിക്കുന്നു എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ. ഞാൻ വിശ്വസിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഞാൻ ഈ ഇടയ്ക്കൊരു ആൾ ചെയ്ത വീഡിയോ കണ്ടിരുന്നു. ആ വീഡിയോയിൽ എന്തൊരു കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമിനെ പറ്റി, യുവാക്കൾക്കുള്ള എന്തൊരു സ്കീമിനെ പറ്റി സംസാരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ അതൊരു മണി സ്കീം എന്തോ ആണ്, അങ്ങനത്തെ എന്തോ ഒരു സംഭവമാണ്. അതിൻ്റെ അടിയിൽ വന്ന് അഭിജിത്തിനെ എല്ലാവരും മെൻഷൻ ചെയ്തേക്കാം. സത്യം എന്താ ബ്രോ എന്ന് ചോദിച്ചുകൊണ്ട് മെൻഷൻ ചെയ്തേക്കാം. അപ്പം അതിനർത്ഥം അത് ഒരു വിശ്വാസത തന്നെ ആയിരിക്കും. കാരണം ഞാൻ പറയുന്നതല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാം ഫാക്ട് ബേസ്ഡ് ആയിട്ട് മാത്രമേ പറയാറുള്ളൂ. കാരണം അതിൻ്റെ പ്രൂഫ് വെച്ചിട്ട് മാത്രമേ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാറുള്ളൂ. കാരണം ഞാൻ വിശ്വസിക്കുന്നത് എന്ത് പറയുകയാണെങ്കിലും വെറുതെ ഇരുന്ന് പറയാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഒരു വായ്ത്താളം അടിക്കാൻ വേണ്ടിയല്ലല്ലോ, അല്ലെങ്കിൽ ഇതിൻ്റെ സത്യങ്ങൾ പറയണമെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതിൻ്റെ സത്യം കാണിക്കുക എന്നുള്ളതാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അതിന് പ്രൂഫുകൾ അനിവാര്യമാണ്. ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന പ്രൂഫുകൾ, അല്ലെങ്കിൽ പബ്ലിക് ഡൊമൈനിലുള്ള പ്രൂഫുകൾ, അല്ലെങ്കിൽ അതിൻ്റെ നിയമവശങ്ങൾ എല്ലാം വെച്ചിട്ട് തന്നെ പറയാറുള്ളൂ. അത് ചിലർക്ക് ദഹിക്കുന്നുണ്ടാവില്ല. ഓഫ് കോഴ്സ്. അപ്പോൾ നന്നായിട്ട് ബാക്ക് വർക്ക് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളെയും അഭിജിത്ത് അവതരിപ്പിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഇനി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് റീഓപ്പൺ ഉണ്ടാവോ? കാര്യങ്ങൾ അത് കുറച്ച് വിഷയമുണ്ട്. കാരണം ഈ പറയുന്ന അക്കൗണ്ടുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ടീം എൻ്റെ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതും വെരിഫൈഡ് ആക്കിയിട്ടുണ്ട്. ഫേക്ക് അക്കൗണ്ട് വെറുതെ ഒരു ഫേക്ക് അക്കൗണ്ട് ആണെങ്കിൽ അതിനെ നമുക്ക് എന്താ പറയുക, മെറ്റയിൽ തന്നെ ചാറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ടിനെ വെച്ചിട്ട് നമുക്ക് കളയാം. പക്ഷേ ഇത് വെരിഫൈഡ് ഫേക്ക് അക്കൗണ്ട് ആക്കി വെച്ചിരിക്കുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒറിജിനൽ അക്കൗണ്ട് ഡിസേബിൾ ആയിപ്പോയി. പക്ഷെ പിന്നെ വന്ന അക്കൗണ്ട് ഡിസേബിൾ ആയതിൻ്റെ കൂടെ തന്നെ വന്നതാണ് ഈ ഒരു പുതിയ അക്കൗണ്ട്. അതും വെരിഫൈഡ്. എങ്ങനെയാണ് വെരിഫൈ ചെയ്യുക? ഒരു അക്കൗണ്ട് വെരിഫൈ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന എന്താ പറയുക, ആധാറോ ലൈസൻസോ ഒക്കെ കൊടുക്കണം. ഐഡൻറ്റിറ്റി തെളിയിച്ചാൽ മാത്രമേ ഈ പറയുന്ന വെരിഫിക്കേഷൻ കൊടുക്കുകയുള്ളൂ. ഫോർജറി എന്തായാലും നടന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ മെറ്റ എങ്ങനെയാ കൊടുക്കുക? വഴി കൂടെ പോകുന്നവർക്ക് വെരിഫൈഡ് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പോൾ ഇതിലെ അഭിജിത്തിന്റെ വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു, ഇങ്ങനെ ചെയ്യുന്നതിൽ ഒരു ടീമുണ്ട്, ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ വാങ്ങി ഇതുപോലെ ബാൻ ചെയ്യുന്ന ഒരു ടീം ഉണ്ടെന്ന്. മാത്രമല്ല ടെലഗ്രാം അക്കൗണ്ട് വരെ യൂസ് ചെയ്യാൻ പറ്റാണ്ട് ബ്ലോക്ക് ആക്കി. അത് എന്താണ് ടീം? അതായത് ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ബാനേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ടീമല്ല, ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഒരു പ്രൊഫഷണലായിട്ട് നിൽക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഇപ്പോൾ പല കാരണത്തിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളൊക്കെ ബാനായി പോകുന്ന ആൾക്കാർക്ക് പൈസ വാങ്ങിച്ചിട്ട് അൺബാൻ ചെയ്ത് കൊടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെ പലരും ഇൻസ്റ്റാഗ്രാം ബാനേഴ്സ് എന്നോ അല്ലെങ്കിൽ അൺബാൻ സർവീസ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പേ ചെയ്തിട്ട് ഇപ്പോൾ എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ബാനായിപ്പോയി,
തിരിച്ചെടുക്കണം. എൻ്റെ തിരിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഫസ്റ്റ് അക്കൗണ്ട് അങ്ങനെയാണ് ബാൻ ആയത്, 3 കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നതാണ്. അതല്ലാതെ വേറെ എന്തെങ്കിലും റീസൺ പോവുകയാണെങ്കിൽ ഞാനൊരു എങ്ങനെ പറയുക, ഒരു 10,000-20,000-30,000 രൂപ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അൺബാനായിട്ട് അവർ ചെയ്തു തരും. കാരണം അവർ ഈ പൈസ മെറ്റ റെപ്രസെൻറ്റേറ്റീവ്സിനൊക്കെ കൊടുക്കും. അങ്ങനത്തെ കൊടുക്കുന്ന കാര്യത്തിന് കുറച്ചുകൂടെ റേറ്റ് കൂടും. അങ്ങനത്തെ പല കാര്യങ്ങളും ഇതേ ആൾക്കാർ തന്നെ ബാൻ ചെയ്യാനും ഉപയോഗിക്കും. അതായത് മെറ്റയുടെ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റയുടെ മോഡറേറ്റേഴ്സ് ഉണ്ട്, മെറ്റയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന തേർഡ് പാർട്ടി ആൾക്കാരും അല്ലെങ്കിൽ ആ മെറ്റയുടെ തന്നെ എംപ്ലോയീസൊക്കെ ഇവരുമായിട്ടുള്ള കോണ്ടാക്ട് വെച്ചിട്ട്, അതായത് ബേസിക്കലി മെറ്റയുടെ ആൾക്കാർക്ക് കൈമടക്ക് കൊടുത്തിട്ട് ഇവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ന അക്കൗണ്ട് നമുക്ക് ഇന്ന് ബാൻ ചെയ്യാം. അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്ത് അതായത് അവർ മോഡറേഷൻ ചെയ്യുന്ന ആൾ റിപ്പോർട്ട് വരുമ്പോൾ ഇത് ഉള്ളതാണോ അല്ലാത്തതാണോ എന്ന് നോക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ നോക്കിയിട്ട് ഏതെങ്കിലുമൊക്കെ വയലേഷൻ വെച്ചിട്ട് അക്കൗണ്ട് ബാൻ ചെയ്യും. അതിന് ഇപ്പോൾ ചിലർ $800, ചിലർ $1,200, അല്ലെങ്കിൽ ഞാൻ ഒരാൾ എൻ്റെ ഒരു അക്കൗണ്ട് ബാൻ ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നത് $4,000. $4,000 3.5 ലക്ഷം രൂപയാണ്. കാരണം അത് അത്യാവശ്യം നല്ല ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരു അക്കൗണ്ട് ആയതുകൊണ്ട് എനിക്ക് അവർ അത്ര പൈസയാണ് വാങ്ങിക്കുന്നത്. 3.5 ലക്ഷം രൂപ മുടക്കി 3 ലക്ഷം മുടക്കിയിട്ടുണ്ടെങ്കിൽ അതെ, 3 ലക്ഷം മുടക്കി അക്കൗണ്ട് കളയാൻ ആൾക്കാരുണ്ട്. ഏറ്റവും കൂടുതൽ ഫൈനാൻഷ്യൽ അങ്ങനെ എല്ലാ സൈഡും സൈബർ ക്രൈംസിൻ്റെ എല്ലാ സൈഡും ഓൾമോസ്റ്റ് അഭിജിത്ത് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് ഞാനിപ്പം ഒരുപാട് ആർട്ടിക്കിൾസ് കണ്ടതാണ്, ആപ്പ് വഴി ലോൺ കൊടുക്കുക അങ്ങനത്തെ അത് ഇതുവരെ അഭിജിത്ത് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാൻ പറ്റില്ല. ഒരു യൂട്യൂബ് ഫുൾ ലെങ്ത് വീഡിയോ ചെയ്യാൻ വേണ്ടി ഇരിക്കുക. അപ്പോൾ ഞാൻ നോക്കിയിട്ടുള്ളൂ. കാരണം ഒരുപാട് ആൾക്കാരെ ട്രാപ്പായി പോകുന്നൊരു സംഭവം. കാരണം നമുക്ക് ഒരു ആപ്പ് എടുത്ത് തുറന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പൈസ കിട്ടുമെന്നുള്ളൊരു മായ കാഴ്ചയിലാണ് എല്ലാവരും പോയി ഈ പറയുന്ന ആപ്പുകളിൽ പെടുന്നത്. അതിൽ തന്നെ പലതരം ആപ്പുകളുണ്ട്. ചിലതൊക്കെ ഇല്ലീഗലായിട്ടുള്ള ലോൺ ആപ്പുകളാണ്. ഈ ലോൺ ആപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് നമ്മൾ ലോണ് തരികയല്ല, അവർ നമ്മളെ ട്രാപ്പ് ആക്കുകയാണ്. അവരുടെ മോഡസ് ഓപ്പറാൻഡി ശരിക്കും പറഞ്ഞാൽ ആദ്യം പലർക്കും 5,000 രൂപയുടെ ഒരു എന്താ പറയുക, 5,000 രൂപ ആയിരിക്കും ചിലർ എടുക്കുന്നുണ്ടാവുക. 5,000 രൂപ ഒരു മാസം കഴിഞ്ഞിട്ട് 6,000 രൂപയായിട്ട് അടച്ചാൽ മതി എന്നായിരിക്കും ആദ്യത്തെ ഒരു ഓഫറൊക്കെ ഉണ്ടാവുക. പക്ഷേ ഇവർ ഒരാഴ്ച കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു 3 ദിവസം കഴിയുമ്പോഴേക്കും പൈസ താ എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ തുടങ്ങും. അതൊരു പല നമ്പറിൽ നിന്നായിരിക്കും വിളിക്കാൻ തുടങ്ങുന്നത്. നമ്മൾ വിചാരിക്കും നമ്മളെ മാത്രമേ വിളിക്കുള്ളൂ. അല്ല, നമ്മുടെ കോണ്ടാക്റ്റിലുള്ള എല്ലാവരെയും വിളിക്കും. അച്ഛൻ, അമ്മ, അനിയൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കോണ്ടാക്ട് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെയും വിളിക്കും. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട്സിനെയും വിളിക്കും, റാൻഡമായിട്ടുള്ള ആൾക്കാരെയും വിളിക്കും, എല്ലാവരെയും വിളിക്കും. ഇവർ ഇന്ന ആൾ പൈസ തന്നിട്ടില്ല. ഇപ്പം ആദ്യം പൈസ തന്നിട്ടില്ല എന്നായിരിക്കും, പിന്നീട് അത് ബ്ലാക്ക് മെയിലിലോട്ടാവും. ഇവർ നമ്മുടെ ഫോട്ടോ എടുത്തിട്ട് മോർഫ് ചെയ്തിട്ട് അയക്കും പലർക്കും. പല ആൾക്കാർ ഇതേപോലെ എന്താ പറയുക, സ്വന്തമായിട്ട് ഒരു എന്താ പറയുക ജീവൻ തന്നെ എടുത്ത് കളയുന്ന ഒരു രീതിക്ക് വരെ എത്തിയിട്ടുള്ള ഇഷ്ടം പോലെ കേസുകൾ വന്നിട്ടുണ്ട് ഈ പറയുന്ന ലോൺ ആപ്പുകളുടെ. ഇതൊക്കെ ചൈനീസ് ഒരു ബേസ്ഡ് ആപ്പുകളും കാര്യങ്ങളും ഒക്കെയാണ്. എല്ലായിടത്തും ഉണ്ട്, വേൾഡ് വൈഡിൽ നമ്മളിപ്പം ആഫ്രിക്കൻ രാജ്യങ്ങൾ, നമ്മളിപ്പോൾ ലോ ഇൻകം രാജ്യങ്ങളിലാണ് ഇത് മെയിനായിട്ട് ഇങ്ങനത്തെ ആപ്പുകളൊക്കെ വന്നിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, പിന്നെ ആഫ്രിക്കൻ രാജ്യങ്ങൾ, പല ലോ ഇൻകം നൈജീരിയ, അവിടെയൊക്കെ ഇങ്ങനത്തെ ആപ്പുകളുടെ ഭയങ്കര വിഷയമായിട്ട് നിൽക്കുകയാണ്. പിന്നെ എവിടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളും ഇവിടെ എല്ലാം ഉള്ളൊരു മെയിൻ ഒരു സംഭവം. അവരുടെയൊക്കെ എല്ലാത്തിൻ്റെയും മോഡസ് ഓപ്പറാൻഡി ഇതാണ്. നമ്മൾ ഈ ആപ്പുകളിലൊക്കെ പോയി പൈസ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ പൈസ റിക്വസ്റ്റ് ചെയ്യാൻ കൊടുക്കുമ്പോഴായിരിക്കും ആപ്പ് ചോദിക്കുന്നുണ്ടാവുക, എല്ലാ പെർമിഷനും ചോദിക്കും. ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം, ക്യാമറ ചോദിക്കും, ഗാലറി ചോദിക്കും, ഗാലറിയുടെ ഒരു ഫുൾ ആക്സസ് ആയി ചോദിക്കും. അതായത് ഫുൾ ഫയൽസ്, കോണ്ടാക്ട്സ് മെയിനാണ്, ലൊക്കേഷൻ ചോദിക്കും, എല്ലാം ചോദിക്കും. ചില ആപ്പുകൾ എന്തിനാണ് ലൊക്കേഷൻ ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ട്, ഒരു ലൊക്കേഷനായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധമില്ലാത്ത ആപ്പുകൾ പോലും ലൊക്കേഷൻ എന്തിനാ ആക്സസ് ചോദിക്കുന്നു, ട്രാക്കിങ്ങിന്റെ ഒരു ഓരോരോ ഭാഗങ്ങളാണ്. പക്ഷെ ഇതേപോലത്തെ ചൈനീസ് ലോൺ ആപ്പുകൾക്കും ഇതേപോലത്തെ ഇല്ലീഗൽ ലോൺ ആപ്പുകൾക്കൊക്കെ ലൊക്കേഷൻ അവർക്ക് തേടി വരാൻ എന്നുള്ള ഒരു രീതിക്ക് തന്നെയാണ്. പക്ഷെ അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. അവർ ഈ പറയുന്ന നമ്മുടെ ഗാലറി മൊത്തം ആക്സസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാട്സാപ്പിൽ വന്നിരിക്കുന്ന എല്ലാ മെസ്സേജും, എല്ലാ മീഡിയയും, എല്ലാ വീഡിയോയും, എല്ലാ എന്താ പറയുക ഫോട്ടോയും വരെ അവരെടുക്കും. നമ്മുടെ ഫോട്ടോ ഉണ്ട് എന്ന് കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പോൾ ഒരു ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഉണ്ടെന്ന് വെച്ചാൽ അവർ അത് മോർഫ് ചെയ്യും, എന്നിട്ട് അത് ബാക്കിയുള്ള ആൾക്കാർക്ക് അയച്ചു കൊടുക്കും. ഇങ്ങനെയാണ് പല ആൾക്കാരുടെയും ജീവൻ തന്നെ പോകുന്ന വിഷയത്തിലോട്ട് ഇതൊക്കെ കടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു ആപ്പുകൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാത്തിലും എഗ്രി ആൻഡ് കണ്ടിന്യൂ നമ്മൾ വായിക്കുന്നില്ല, ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിക്കാണ്ട്
എല്ലാം എഗ്രി ചെയ്താണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈച്ച് ആൻഡ് എവറി ആപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ശരിക്കും അത് എത്രത്തോളം നമ്മുടെ പ്രൈവസീനെ ബാധിക്കുന്നുണ്ട്? പ്രൈവസി നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രൈവസി ഒന്നും ഇല്ല. നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മളെ ട്രാക്ക് ചെയ്യുന്നത് ഗൂഗിളും മെറ്റയുമാണ്. അത് പിന്നെയും ഗൂഗിളും മെറ്റയും ആയതുകൊണ്ട് പിന്നെ കുറച്ചൊന്ന് എല്ലാവരും സഹിച്ചിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ എവിടെയൊക്കെ പോയിന്ന് നമുക്ക് കഴിഞ്ഞ വർഷം നമ്മളെവിടെ പോയിന്ന് നമുക്ക് ആലോചിച്ച ഓർമ്മയുണ്ടാവില്ല. പക്ഷേ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കി, ടൈം ലൈൻ എടുത്ത് നോക്കി, കഴിഞ്ഞ വർഷം എവിടെയാണ് നമ്മൾ പോയതെന്ന് എടുത്ത് നോക്കി കറക്റ്റ് കാണിച്ചു തരും. നിങ്ങൾ ഇന്ന സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്, ഇവിടെ ഒരു 10 മിനിറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്, തിരിച്ചിവിടെ വന്നിട്ടുണ്ട് എന്നുള്ള സാധനം കാണിക്കും. എന്ത് പ്രൈവസി? പിന്നെ പ്രൈവസിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ സഞ്ചാര സാധ്യതയുടെ കാര്യത്തിൽ വലിയൊരു വിഷയം വന്നാൽ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ തന്നെ പുതിയ ട്രാക്കിങ്ങിൻ്റെയും കാര്യം വന്നിട്ടുണ്ട്. എല്ലാ ഫോണുകളിലും ഫുൾ ടൈം ലൊക്കേഷൻ ഓൺ ആയിരിക്കണം എന്നുള്ള പുതിയൊരു നിർദ്ദേശം ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികൾ അല്ലെങ്കിൽ മൊബൈൽ കമ്പനികൾക്ക് കൊടുക്കാൻ നിൽക്കുകയാണെന്നുള്ളത്. അതൊക്കെ എന്ത് വലിയ പ്രൈവസി വയലേഷനാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് പ്രൈവസി ഒന്നൊരു വരിയില്ലാത്തതുകൊണ്ട് ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് മാത്രം. എത്രയൊക്കെ നമ്മൾ അവയർനെസ് കൊടുത്തു കഴിഞ്ഞാലും ആളുകൾ എന്തെങ്കിലും ചെറിയൊരു ബെനിഫിറ്റോ വല്ല സ്ക്രാച്ച് ആൻഡ് വിൻ കാണുമ്പോഴോ നമ്മുടെ ആൾക്കാർ നിൽക്കുന്ന ഏകദേശം എല്ലാവരും അതിൽ ചാടി വീഴും. അതെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ലിങ്ക് ഒക്കെ പാസ് ചെയ്ത് വരത്തില്ലേ, ഫ്ലിപ്കാർട്ടിന്റെ ആമസോണിന്റെ ഒക്കെ ആയിരിക്കും. ഇതിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഐഫോൺ വിൻ ചെയ്യാം, ഈ ലിങ്കിൽ കയറി 5 പേർക്ക് ഷെയർ ചെയ്താൽ. ഇതിലിപ്പോൾ രണ്ട് കാര്യമുണ്ട്. നമുക്കിപ്പം അവയർനെസ്സിന്റെ കാര്യം നമുക്ക് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്ക് പറഞ്ഞു കൊടുക്കണം എന്നാണ് ഞാൻ കരുതിയിട്ടുള്ളത്. കാരണം മനസ്സിലാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട്, ആരും ഇതിൽ പോയി പെടരുതെന്ന് പറഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യില്ല അല്ലേ. ഇതെന്താണ് സംഭവം, ഇതിലെന്താണ് നടക്കുന്നത്, ഇതിൽ പോയാൽ എന്ത് ചെയ്യും, എന്തൊക്കെ പറ്റും എന്ന് വിശദമായിട്ട് പറഞ്ഞു കൊടുത്താൽ ആൾക്കാർക്ക് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ ഇടയ്ക്ക് തന്നെ ചില കമൻറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതേപോലെ ഞാൻ പേര് പറഞ്ഞുപോയി, ഈ പറയുന്ന ഒരു MLM കമ്പനിയുണ്ട്. ഈ ഒരു MLM കമ്പനിയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്നൊരു കമൻ്റ് ഉണ്ടായിരുന്നു, ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനത്തെ ഒരു പോസ്റ്റർ, ഒരു റോട്ടിലൊരു പോസ്റ്ററുണ്ട്, പോസ്റ്ററിൽ വർക്ക് ഫ്രം ഹോം ജോബ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാർ പോസ്റ്റർ കൊച്ചിയിൽ പല സ്ഥലത്തും ഇപ്പോഴും കിടപ്പുണ്ട്. എന്താ പറയുക, വർക്ക് ഫ്രം ഹോം ഉണ്ട്, പാർട്ട് ടൈം ജോബ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനത് എന്താണ് കാര്യങ്ങളെന്ന് 2-3 കുറച്ച് വീഡിയോകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ വീഡിയോകൾ കണ്ടിട്ട് ആൾക്കാർ ഈ പോസ്റ്റർ കണ്ടിട്ട്, ബ്രോ ഞാൻ ഈ പോസ്റ്റർ കഴിഞ്ഞ ദിവസം ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പോഴാണ് ബ്രോയുടെ കാര്യം ഞാൻ ആലോചിച്ചത്, ബ്രോ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ പോയി ചെയ്തേനെന്ന് പറഞ്ഞിട്ടുള്ളത്. അത് അങ്ങനത്തെ കമൻറ്റുകളൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് അത് ആൾക്കാർക്ക് അവയർനെസ് ശരിക്കും പറഞ്ഞാൽ ഇല്ലാത്തതിൻ്റെ കാര്യമാണ്. കാരണം നമ്മളൊരു വീഡിയോ കണ്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആയിട്ടുള്ള കാര്യമല്ല ഉണ്ടെങ്കിൽ അവർക്ക് അതൊരു അവയർനെസ് കുറച്ചുകൂടെ നല്ല എന്താ പറയുക ബെറ്റർ അവയർനെസ് ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് എന്താ പറയുക ഇത് ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതും പക്ഷേ ഇതേപോലെ ചിലപ്പം കേരള പോലീസ് ഒരു പോസ്റ്റർ ഇറക്കിയിട്ട് അതിൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും അതിന് ചിലപ്പോൾ അത്രയും ഒരു എൻഗേജ്മെൻറ്റോ അത്രയും ഒരു ഇത് കിട്ടില്ല. കാരണം ആൾക്കാർ ഇതല്ലേ ഈ തട്ടിപ്പല്ലേ, നമ്മളിതിലൊന്നും പോയി പെടില്ലല്ലോ എന്നുള്ളൊരു സാധനം ബാധിക്കില്ല എന്നുള്ളൊരു, കാരണം എല്ലാവരുടെയും വിചാരം നമ്മളൊരു എന്താ പറയുക നമുക്കെല്ലാം അറിയാം എന്നുള്ളൊരു കാര്യത്തിലായിരിക്കും. ഇപ്പം എൻ്റെ ഒരു കാര്യത്തിൽ തന്നെയാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഇതേപോലെ ഈ ഇടയ്ക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു റെഡിറ്റിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിലും ഒരു വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ആൾക്കാരെ പറ്റിക്കാതിരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടു. ഞാൻ തന്നെ ആദ്യം ശരിക്കും വിശ്വസിച്ചു പോയി, ഓ അടിപൊളി എന്നുള്ള രീതിക്ക്. കാരണം എങ്ങനെ അൺബാൻ ചെയ്യാം എന്നുള്ള ഒരു ഓപ്ഷൻ, അല്ലെങ്കിൽ ഞാൻ ആ ഒരു കമൻറ്റിൽ ഒരാളെ കണ്ടതാണ്. ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇയാൾക്കൊന്ന് മെസ്സേജ് നോക്കൂ ബ്രോ, ഇയാൾ എനിക്ക് ഹെൽപ്പ് ചെയ്തു, എൻ്റെ അക്കൗണ്ട് ഇതേപോലെ ബാനായി പോയതാണ് എന്നുണ്ട്. ഞാൻ ആ അക്കൗണ്ട് അല്ലെങ്കിൽ ആ ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കി. അതൊരു ലിങ്ക്ഡിൻ പ്രൊഫൈലായിരുന്നു. ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ ആൾ മെറ്റയിൽ വർക്ക് ചെയ്യുന്ന, മെറ്റയിലെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷേ ലിങ്ക്ഡിൻ ഉപയോഗിച്ചവർക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ലിങ്ക്ഡിൻ. അപ്പോൾ ഈ ലിങ്ക്ഡിനിൽ ഒരു പ്രൊഫൈൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലോക്കൽ പ്രൊഫൈൽ അല്ലെങ്കിൽ ഒരു ഒന്നും അല്ലാത്തതാണെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതെന്തിപ്പോൾ വെറുതെ പറ്റി. പക്ഷേ ഇതങ്ങനെയല്ല, ഒരു അടിപൊളി പ്രൊഫൈലാണ്. കാരണം 12 വർഷം ഇയാൾ എന്ത് വർക്ക് ചെയ്തു എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കുറേ പേര് എൻഡോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ സർട്ടിഫിക്കേഷൻസ്, അതായത് ഓൺലൈൻ പല ഗൂഗിളിൻ്റെയും മെറ്റയുടെ ഒക്കെ പല സർട്ടിഫിക്കേഷൻസ് ഒക്കെ വെച്ചിട്ട് ഒരു പക്ക പ്രൊഫഷണൽ പ്രൊഫൈൽ. ആളോട് സംസാരിച്ചു,
ഞാൻ സംസാരിച്ച് നോക്കുമ്പോൾ ആള് ഭയങ്കര പക്ക നല്ല എന്താ പറയുക, നമ്മൾ വിശ്വസിച്ചു. കാരണം മെറ്റയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ആളുടെ അടുത്ത് എങ്ങനെയാണ് സംസാരിക്കുക, ആള് സംസാരിക്കുന്ന അതായത് അത്രയും അടിപൊളി ഇംഗ്ലീഷും അത്രയും പ്രൊഫഷണലായിട്ടാണ് സംസാരിച്ചത്. പിന്നെ അവസാനം പോയി അല്ല പോയി, കാരണം അവസാനം എത്തിയ എനിക്കൊരു 17,000 രൂപ വേണം, ഞാൻ അക്കൗണ്ട് അൺബാൻ ചെയ്ത് തരാം. അപ്പോഴാണ് ഓഹോ, മെറ്റയിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് നമ്മൾ 17,000 രൂപ കൊടുക്കണില്ല. പിന്നെയാണ് ആളുടെ വാട്സാപ്പ് ഞാൻ എടുത്തു നോക്കിയത്. അതിലുണ്ട് ആള് എന്താ പറയുക, അത് ആൾക്കൊരു എന്താ ഈ പറയുന്ന സ്കാമറുടെ ഒരു ബുദ്ധിമോശം എന്ന് പറയണം. കാരണം അതിൽ ആളും മാർക്ക് സക്കർബർഗും കെട്ടിപ്പിടിച്ച് വെക്കുന്ന ഫോട്ടോ, തോളോട് തോൾ കയറ്റിട്ട്. അത് കാണുമ്പോൾ നമുക്ക് ജെമിനി വെച്ചുണ്ടാക്കിയാണല്ലോ ഓക്കെ എന്ന് മനസ്സിലായി. പക്ഷെ എന്നിരുന്നാൽ പോലും അത് അഭിജിത്തിനായോണ്ട് മനസ്സിലായി. ചിലപ്പോൾ വേറെ ആളായിരുന്നെങ്കിൽ സക്കർബർഗിന്റെ കൂടെ നിൽക്കുന്നത് എന്ത് വേണം, വിശ്വാസയോഗ്യം. അതെ, ഇപ്പൊ വന്നപ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചറിയാൻ, എത്രയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ചില ഫോട്ടോസ് ഒക്കെ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയാൻ. ഇപ്പൊ വെച്ചുള്ള ഫോട്ടോകൾ നമുക്ക് വെച്ചുള്ളതല്ലാത്ത രീതിക്കും ഉണ്ടാക്കാൻ സാധിക്കും. കഴിവുള്ള ആൾക്കാരുണ്ടായിരുന്നു. പ്രോംപ്റ്റ് നല്ല രീതിക്ക് കൊടുക്കാൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പറയുന്ന പല ആൾക്കാരെയും നോക്കാൻ വേണ്ടി പല ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കേണ്ട അവസ്ഥകളുണ്ട്. ഇപ്പം നമുക്ക് ചില ഫോട്ടോകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പറയാൻ പറ്റാത്ത രീതി എത്തിയിട്ടുണ്ട് വെച്ചിട്ടുള്ളത്. ഒരുപാട് നിക്ഷേപ തട്ടിപ്പുകളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, ഫൈനാൻഷ്യൽ ഫ്രോഡ്സിനെ പറ്റി. ഏറ്റവും കൂടുതൽ ഈ ഫൈനാൻഷ്യൽ ഫ്രോഡ്സിൽ വീഴുന്ന ഒരു ഏജ് കാറ്റഗറി അഭിജിത്ത് ഇങ്ങനെ നോക്കിയതിൽ ഏതായിരിക്കും? ഇപ്പോൾ ഏറ്റവും കൂടുതൽ പൈസ പോകുന്നത് കുറച്ച് പ്രായമുള്ള ആൾക്കാരുടെ തന്നെ. കാരണം അവരുടെ പൈസ ഉള്ളത്. ചെറിയ ഇപ്പോൾ പ്രായം കുറവുള്ള ആൾക്കാർ എല്ലാവരും എല്ലാ ഗ്യാപ്പിലുള്ളവരും പെടുന്നുണ്ട്. പക്ഷെ പൈസയുടെ എമൗണ്ട് പൈസ പോകുന്നതും ഈ പറയുന്ന കുറച്ച് പ്രായമുള്ള ആൾക്കാർ. കാരണം ചില ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ വലിയ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിരിക്കും, ഒരു 10-50 കൊല്ലം 10-30 കൊല്ലം ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്ത് ഫുൾ പെൻഷൻ കിട്ടിയ എമൗണ്ട് അതെല്ലാം കൊണ്ടുപോയിട്ട് പല ഒരു തട്ടിപ്പുണ്ടായിരുന്നല്ലോ, ഒരു MLM സ്കീം, അതിലൊക്കെ കൊണ്ടുപോയിട്ട് ആൾക്കാരുണ്ട്. പിന്നെ ഇതേപോലെ വേറൊരു സ്കീമുണ്ടായിരുന്നു, പേര് പറഞ്ഞ ഒരു ഫൈനാൻസ് കമ്പനി 2019 അത് പൂട്ടിപ്പോയതാണ്. അതിലേറ്റവും കൂടുതൽ ആൾക്കാർ പെട്ടുപോയത് ഇതേപോലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും പുറം രാജ്യത്ത് ഒരു 10-30 കൊല്ലം വർക്ക് ചെയ്ത് ഫുൾ സമ്പാദ്യമായിട്ട് 50 ലക്ഷം 60 ലക്ഷം ഒക്കെ കൊണ്ടുവന്നിട്ട് ഇവരുടെ ഓരോരോ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരം സ്കീമിലൊക്കെ കൊണ്ടുപോയിട്ടിട്ട് പോകുന്നത്. കാരണം അത്രയും പൈസ ഈ പറയുന്ന ഈ ജീവിതകാലം മൊത്തം വർക്ക് ചെയ്ത പൈസ അവർ ഈ പറയുന്ന ആൾക്കാർ അടുത്ത ആൾ ഒരു കടം ചോദിച്ചാൽ കൊടുക്കില്ല. പക്ഷെ ഇതേപോലെ സ്കീമിലൊക്കെ കൊണ്ടുപോയി പൈസ ഇടാൻ അവർക്ക് നല്ല ഇതാണ്. കാരണം അവരുടെയിലാണ് പൈസ ഉള്ളത്. ചില സമയത്ത് ആളുകൾ ഇതുപോലെ എത്ര വിദ്യാഭ്യാസമുള്ളവരായാലും ചില സമയത്ത് ലോജിക്ക് ചിന്തിക്കില്ല. ഇത്ര പൈസ ഇട്ട് കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിനകത്ത് ഇത്ര ആയിട്ട് മടക്കി തരാമെന്ന് പറയുമ്പോൾ ഇതെങ്ങനെ പോസിബിൾ ആവും എന്നുള്ള ചോദ്യം ചോദിക്കാത്തടത്തോളം കാലം പറ്റിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുമെന്നാണ്. ഓഫ്കോഴ്സ് ഇതിൽ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഏത് സ്കീം എടുത്ത് നോക്കിയില്ല, ഇതേപോലത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം എങ്ങനത്തെ ഇപ്പോൾ ഒരു മണി ചെയിൻ ആണെങ്കിലും പിരമിഡ് സ്കീം ആണെങ്കിലും പോൺസി സ്കീം ആണെങ്കിലും ഇതിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചേരുന്ന കുറേ ആൾക്കാർക്ക് ഇഷ്ടംപോലെ പൈസ കിട്ടും. ഇപ്പോൾ എങ്ങനെയാണ് പറയുക, ഒരു സ്കീമുണ്ട്, ഇപ്പോൾ ഓടുന്ന ഒരു സ്കീമുണ്ട്, അതായത് സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാസം 10% കിട്ടും, അല്ലെങ്കിൽ 8 മാസം കൊണ്ട് 60% കിട്ടുമെന്നൊക്കെ പറയുന്ന ഒരു സ്കീം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുമായിട്ട് കുറച്ച് കേസുകളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്കീമിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇത് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക, അതൊരു ഇങ്ങനത്തെ സ്കീമുകളൊക്കെ ഒരു പോളിസി സ്കീം ആകുമ്പോൾ പല ആൾക്കാർക്കും പൈസ കിട്ടുന്നുണ്ടാവും. ഇപ്പോൾ ഞാനിതേപോലെ ഒരു 1 ലക്ഷം കിട്ടും, എനിക്ക് ഒരു 6 മാസത്തിൽ ഇത് 1.5 ലക്ഷമായിട്ട് തിരിച്ച് കിട്ടുമായിരിക്കും. ഈ 1.5 ലക്ഷമായിട്ട് തിരിച്ച് കിട്ടിക്കഴിയുമ്പോൾ എനിക്ക് പരിചയമുള്ള ആൾക്കാരത് പറയും, എനിക്ക് ഇത്രയും പൈസ കിട്ടി, നിങ്ങളും കൂടെ ഒന്ന് ഇട്. കാരണം ഞാൻ ഇങ്ങനെ അടുത്ത ആൾക്കാരടുത്ത് പറയാൻ കാരണം ഇവർ പൈസ ഇടുന്നതിൻ്റെ കമ്മീഷൻ എനിക്ക് കിട്ടും. പക്ഷേ ഇന്ന് നമ്മൾ അവരുടെ അടുത്ത് പറയുന്നുണ്ടാവില്ല, നമ്മൾ പിന്നെയും പൈസ ഇടുന്നുണ്ടാവും. പക്ഷേ എന്നിരുന്നാൽ പോലും ഇതെല്ലാം ഒരു നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ആരും പറയുന്ന പോലെയല്ല. ഇതിപ്പോൾ ആൾക്കാർ എനിക്ക് പരിചയമുള്ള അടുത്ത് പരിചയമുള്ള ആൾക്കാർ ഞാനിപ്പോൾ എനിക്കിങ്ങനെ പൈസ കിട്ടി, നീ കൂടെ പൈസ ഇടുക എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്തായിരിക്കും പറയുന്നുണ്ടാവും. എന്നെ അത്രയും വിശ്വാസമുള്ള ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഞാനത് പറയുമ്പോൾ ആണോ ഓക്കെ, നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ.
കിട്ടുമായിരിക്കും നല്ല, എനിക്ക് കിട്ടിക്കഴിഞ്ഞു എന്നാണ് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ നിനക്ക് കിട്ടി അപ്പോൾ പിന്നെ എനിക്കും വേണ്ടേ എന്നുള്ളൊരു, ഇപ്പോൾ ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ ഒരു പേഴ്സണൽ കണക്ഷൻ്റെ ഒക്കെ ഒരു സാധനമാണ് ഈ പല ഇൻവെസ്റ്റ്മെന്റ് സ്കീമിലും നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആൾക്കാരിപ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനത്തെ ഒരു ഇതിലൊക്കെ പോയി ഇത്രയും റിട്ടേൺസ് ഒക്കെ കിട്ടുന്നൊക്കെ വിചാരിക്കുമ്പോൾ ലോജിക്കൊന്നും ആലോചിക്കില്ല. ഇത്രയും നല്ല അടുത്ത് ബന്ധമുള്ള ആൾക്കാരൊക്കെ പറയുമ്പോൾ ആ ലോജിക്കൊക്കെ മറക്കും. കേരളത്തില് സൈബർ തട്ടിപ്പുകളുടെ എണ്ണം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഇരട്ടി നമ്പറാണ്. എന്തായിരിക്കും അതിന്റെ റീസൺ? കേരളത്തില് സൈബർ അല്ല, പണ്ട് തൊട്ടേ തട്ടിപ്പിന് പറ്റിയ നല്ല ഒരു സ്ഥലമാണ്, നല്ല സ്ഥലമാണ് നമ്മുടെ ആഫ്രിക്കയിലും തട്ടിപ്പ് നടത്തുന്ന എവിടെ തട്ടിപ്പ്. അതെ അതെ, കാരണം നമ്മുടെ ഒരു പല കാര്യങ്ങളുണ്ട്. നമ്മുടെ കേരളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയൽ ഒരു സംസ്ഥാനമല്ല, നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ മാനുഫാക്ചറിങ് വളരെ കുറവാണ്, IT കാര്യങ്ങളുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും റെമിറ്റൻസ് ആണ് ഒരുവിധം വരുന്നതും. ആൾക്കാർക്ക് സ്പെൻഡ് ചെയ്യാൻ പൈസ വേണം. പക്ഷേ ഈ നാട്ടിൽ ഇതേപോലെ സ്പെൻഡ് ചെയ്യാൻ ഇപ്പോൾ പണിയെടുത്ത് ജീവിക്കാതെ ഏറ്റവും എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്നതാണ്. അതേപോലെ ഓരോരോ വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ വിശ്വസിക്കാൻ നമ്മുടെ നാട്ടുകാർ റെഡിയായി നിൽക്കുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും കുറേ ആൾക്കാർക്ക് ഇപ്പോഴും അവയർനെസ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ശരിക്കും പറഞ്ഞാൽ ഉണ്ടെന്ന് പറയാം. ഇപ്പം തന്നെ OTP ഷെയർ ചെയ്യാണ്ട് ഇപ്പോഴായിരിക്കുന്നത്, അതും ഇത്രയും കോൾസ് എത്ര ഗവൺമെന്റ് ഉൾപ്പെടെ ഇങ്ങനെ പറഞ്ഞിട്ട് OTP നിങ്ങൾ ഷെയർ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആരെങ്കിലും ഇച്ചിരി പ്രായമുള്ളവർ OTP അത് കൊടുക്കാനൊന്നും പാടില്ല, എന്തോ നഷ്ടപ്പെടും, എന്ത് നഷ്ടപ്പെടും അവർക്ക് അറിയില്ലെങ്കിലും എന്തോ വലുത് വലിയ കാര്യം. ഇപ്പൊ ഇപ്പൊ നമ്മൾ കോള് വിളിക്കുമ്പോ തന്നെ ഈ പറയുന്നുണ്ടായിരുന്നു ഡിജിറ്റൽ അറസ്റ്റ് അതൊക്കെ ഇപ്പോൾ അത്രയും അവസ്ഥയാണ്. ഇപ്പോൾ ഓരോ തവണ കോൾ വിളിക്കുമ്പോഴും ഇവരത്ത് സാധാരണ ആൾക്കാരത്ത് പറയണം, എന്നാൽ ആൾക്കാർക്ക് മനസ്സിലാവുക എന്നുള്ളൊരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ. ഈ പറയുന്ന ഓരോ പോലീസ് വിളിച്ച് അറസ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ പറയുമ്പോൾ ഇപ്പോഴും എന്നിട്ടും ആൾക്കാർ ഇപ്പോഴും പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഹൈലൈറ്റ്. ഇതുവരെ അഭിജിത്തിന്റെ അടുത്ത് ആരെങ്കിലും വന്ന് പറഞ്ഞിട്ടുള്ളതിലോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടുള്ളതിലോ ഏറ്റവും വലിയ സൈബർ തട്ടിപ്പ് ഏതാണ്? സൈബർ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫൈനാൻഷ്യൽ ആയാലും അങ്ങനെ എന്തെങ്കിലും ഭയങ്കര ഡെപ്തുള്ള. ഇപ്പൊ ഏറ്റവും ഡെപ്തുള്ള ഒരെണ്ണം ഓടുന്നുണ്ട് കറന്റ്ലി, അതായത് വളരെ മീഡിയ സപ്പോർട്ടോടു കൂടിയാണ് ഓടുന്നത്. ഒരു ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മീഡിയ ചാനൽ, ന്യൂസ് ചാനലാണ് അവരുടെ എന്താ പറയുക മീഡിയ പാർട്ട്ണർ. ആ പറയുന്ന ന്യൂസിൻ്റെ മെയിൻ ആൾ അവരുടെ ഒരു ഇവൻറ്റിന് വന്നിട്ട് അവിടെ വന്ന് അവരുടെ ചീഫ് ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സ്റ്റാർട്ടപ്പുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ പിച്ചിങ് നടക്കുന്ന ഒരു ഷോ ഉണ്ടല്ലോ, ഷാർക്ക് ടാങ്ക്, അപ്പോൾ അതിലെ ആൾക്കാർ വരെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ പരിപാടിക്ക്. പക്ഷെ ഈ വരുന്ന ആൾക്കാർക്കൊന്നും അറിയണ്ടാവില്ല ഈ കമ്പനിയുടെ ഇതേപോലത്തെ ഒരു കമ്പനിയുടെ ഒക്കെ പുറകിൽ എന്താ നടക്കുന്നത്. ഇതിൻ്റെ പുറകിൽ നടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാർട്ടപ്പുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ ഒരു മാസം കൊണ്ട് 10%, അല്ലെങ്കിൽ അവർക്ക് പലതരം സ്കീമുകളുണ്ട്. ഈ ഒരു മാസം കൊണ്ട് 10%, 6 മാസം കൊണ്ട് 60%, 4 മാസം കൊണ്ട് 50% റിട്ടേൺസ്. 1 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ അടുത്ത മാസം ഇത് 1.10 അവർ തിരിച്ചു തരും. ഇതേ 1 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ 6 മാസം കഴിയുമ്പോഴേക്കും 1.60 ആയിട്ട് തിരിച്ചു തരും. കഴിഞ്ഞ വർഷം നമ്മുടെ എല്ലാ എന്താ പറയുക പേപ്പറുകളിലും ഫ്രണ്ട് പേജിൽ ഇവർ എന്താ പറയുക ഒരു 8 ആൾക്കാർ കോട്ടൊക്കെ ഇട്ടിട്ട് ഇരുന്നിട്ട് കേരളത്തിൽ എല്ലാ ജില്ലകളിലും വില്ലേജ് സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ വില്ലേജ് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം അല്ലെങ്കിൽ വില്ലേജിൽ ടെക് പാർക്ക് തുടങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പഞ്ചായത്തിനും ടെക് പാർക്ക് തുടങ്ങും എന്ന് പറഞ്ഞൊരു കമ്പനി. ഈ കമ്പനികൾക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു എന്താ പറയുക ടെക് പാർക്ക് ഉണ്ടോ? ഓരോ കോളേജിനും ഓരോ പഞ്ചായത്തിലും ഓരോരോ സ്ഥലങ്ങൾ എടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവർ ഈ പറയുന്ന ആൾക്കാരും ചെയ്യുന്നത് പൈസ വാങ്ങിക്കുക. അതായത് ഈ പറയുന്ന കുറേ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടെന്നുകൊണ്ട് കുറേ പിള്ളേരെ ചെറിയ കുട്ടികളെ കൊണ്ട് ഇന്റേണായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുക. ഇതൊക്കെ ഓരോരോ സ്റ്റാർട്ടപ്പാണ്. ഓരോ ആൾക്കാരുടെ പേരിൽ ഓരോ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞിട്ട് വെറുതെ പേരിന് വേണ്ടി ഓരോന്ന് തുടങ്ങി വെക്കുക. അവരുടെ ഒരു വെബ്സൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പുറകിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാർട്ടപ്പുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ആൾക്കാരുടെ നിന്ന് പൈസ പിരിക്കുക. ഇവർ ഈ പറയുന്ന ഞാൻ രണ്ടാമത് പറഞ്ഞ കമ്പനി ഈ പേപ്പറിലൊക്കെ വന്ന ഒരു പരസ്യത്തിൻ്റെ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ പല
സ്ഥലങ്ങളിലും ഓരോരോ ഇവന്റ് നടത്തുക. ഈ ഇവന്റിലൊക്കെ വരുന്നത് നേരത്തെ പറഞ്ഞ 10-50 വയസ്സുള്ള റിട്ടയർ ആയ ആൾക്കാരും അങ്ങനത്തെ ആൾക്കാരും. ഇവരുടെ അടുത്ത് ഇവർ പറയാം, നമ്മൾ കേരളത്തിൽ എല്ലാ ജില്ലകളിലും എല്ലാ പഞ്ചായത്തിലും എല്ലാ വില്ലേജിലും ഓരോ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നുണ്ട്. ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിൻ്റെ അല്ലെങ്കിൽ ടെക് പാർക്ക് തുടങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോരോ സാധനങ്ങൾ തുടങ്ങുന്നുണ്ട്, അതിൻ്റെ ഒരു എക്കോസിസ്റ്റം തുടങ്ങുന്നുണ്ട് എന്നൊക്കെയാണ് പറയുക. ഇതിൻ്റെയൊക്കെ പിന്നിൽ നടക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകൾ മാത്രമാണ്. അത് മാത്രമല്ല, ഈ ഇടയ്ക്കൊരു സ്കാം നടന്നു. ആക്ച്വലി ഇത് പഞ്ചായത്ത് തലത്തിൽ അങ്ങനെ കോർപ്പറേഷൻ അങ്ങനെ നടന്നൊരു സംഭവമാണ്. അതെനിക്കൊന്ന് മെമ്പർമാരും ഒക്കെ സ്കാം ചെയ്തപ്പെട്ടതാണ്. ഈ ഒരു ടൂ വീലർ സ്കൂട്ട് ഞാൻ അത് ജസ്റ്റ് ഒരു ആർട്ടിക്കിൾ കണ്ടതേ ഉള്ളൂ. അതെ, പാതിവില തട്ടിപ്പ്. പക്ഷെ ഞാൻ ഈ ഒരു ഇടയ്ക്ക് മലപ്പുറത്തുള്ള കുറച്ച് സ്ത്രീകളെ എനിക്ക് കാണാനിടയായി. അവരുടെ അടുത്തുനിന്ന് കേട്ടപ്പോഴാണ് അത് എത്ര വലിയ സ്കെയിലിലായിരുന്നു എന്ന് മനസ്സിലാവുന്നത്. ലൈക്ക് സ്വരുക്കൂട്ടി വെച്ചിരുന്ന 1ഉം 2ഉം വെച്ച് അവർ പറഞ്ഞു, ഭയങ്കര വളരെ വീട്ടമ്മമാര് എങ്ങനെയെങ്കിലും ഒരു വണ്ടി കിട്ടിക്കോട്ടെ, പാതി വിലയ്ക്ക് കിട്ടിക്കോട്ടെ, ഒന്നും ഇല്ലായ്മയിൽ നിന്ന് എടുത്തു വെച്ചിരുന്നവരാണ് ആ സ്കാമിൽ വന്നത്. അതിനൊരു ഫോളോ അപ്പോ അല്ലെങ്കിൽ അതിനൊരു പിന്നീട് വലിയൊരു ന്യൂസ് ആവാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഉൾപ്പെട്ട ആൾക്കാരുടെ പേരുകളും അതിൽ ഉൾപ്പെട്ട ആൾക്കാരുടെ അല്ലെങ്കിൽ അത്രയൊരു ഗ്യാപ്പുകളാണ്, അല്ലെങ്കിൽ ഒരു ഡെപ്തുമാണ്. കാരണം ഈ നാട്ടിലെ എല്ലാ പാർട്ടിയിലെ ആൾക്കാരും അതിലുണ്ട്. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയിലെ ആൾക്കാരും അതിൻ്റെ ആ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1ാമത്തെ തൊട്ട് 8ാമത്തെ പ്രതികളുടെ പേര് വരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ ലിസ്റ്റിലുണ്ട്. അതും പാർട്ടികളിലെ മെയിൻ ആൾക്കാർ. ഒന്നാമത്തെ കാര്യം. പിന്നെ പഞ്ചായത്ത് ലെവലിൽ ഇപ്പോൾ ഇങ്ങനത്തെ ആ ഒരു തട്ടിപ്പിൽ എന്താണ് നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാതിവില തട്ടിപ്പിൽ സീഡ് സൊസൈറ്റികൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഒരു 64 എത്രയോ സൊസൈറ്റികൾ അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സൊസൈറ്റികൾ എന്ന് വെച്ചാൽ വാട്സാപ്പ് ഗ്രൂപ്പുകളാണ്. അതിനകത്ത് ഈ പറയുന്ന ലോക്കലായിട്ടുള്ള ഈ ഓരോരോ സൊസൈറ്റികളിലും അവർ പക്ക ഒരു ഗവൺമെൻറ് സ്കീം പോലെ അത് അവതരിപ്പിച്ചത്. ഒരു NGO ആണ് ഇതിൻ്റെ, അല്ലെങ്കിൽ ഒരു NGO ആണ്. NGO യൂണിയൻ എന്നായിരുന്നു, നാഷണൽ NGO കോൺഫെഡറേഷൻ. അതാണ് ആ ഒരു സ്കീമിൻ്റെ അത് നടത്തിയ ആൾക്കാരുടെ ആ ഒരു സംഘടന. അപ്പോൾ ആ സംഘടനയിൽ പല NGO സ്കീമുകളുമായിട്ട് പല NGOകളുമായിട്ട് ലിങ്ക് ചെയ്തിട്ടായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ NGO എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആൾക്കാർക്കൊരു ഗവൺമെൻറ്റിൻ്റെ എന്തോ ഒരു സ്കീമാണ് എന്നുള്ളൊരു പ്രതീതി വന്നു. മാത്രമല്ല ഇവർ ഈ ഓരോരോ പല ആൾക്കാർക്കും ഇതിൽ സ്കൂട്ടർ കിട്ടിയിട്ടുണ്ട്. ആർക്കും കിട്ടിയിട്ടില്ല എന്നല്ല, ഒരു 10-20% ആൾക്കാർക്ക് സ്കൂട്ടർ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ സ്കൂട്ടർ ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്കൂട്ടറുകൾ കൊടുക്കുമ്പോൾ നാട്ടിൽ ഒരു പഞ്ചായത്തിൻ്റെ ഒരു പരിപാടിയായിട്ട് അവിടെ വെച്ചിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ് ഇവരൊക്കെയാണ് ഇതിന് കൊടുക്കുക. അപ്പോൾ ഈ പരിപാടിക്ക് ഓരോരോ സ്കൂട്ടർ വാങ്ങാൻ വരുമ്പോൾ ഈ നാട്ടിലെ എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ടാണ് ഇത് കൊടുക്കുക. അപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ ഉണ്ടാവും, പഞ്ചായത്ത് പ്രസിഡന്റ് ഇതാ സ്കൂട്ടറിന് കൊടുക്കുന്നു. എന്ത് വിചാരിക്കും? പഞ്ചായത്ത് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റിന്റെ എന്തോ സ്കീമാണ്, അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ സ്കീമാണ്, ഇവര് ആണ് നമ്മളൊരു പാതി വിലക്ക് എന്നുള്ള രീതി. കാരണം അവരുടെ എല്ലാ ടേമുകളും അതിൻ്റെ ഈ പറയുന്ന സ്കീം, ഇങ്ങനെ ഒരു യോജന, ഇങ്ങനത്തെ മറ്റേ ഗവൺമെന്റിന്റെ സ്കീമുകളുടെ പോലെ തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്കീമുകളിലും വരുന്ന ആൾക്കാർ അവിടെ ഈ അത് മാത്രമല്ല, ഈ ഗവൺമെന്റ് ഒഫീഷ്യൽസിന്റെ ഇതുപോലുള്ള MLA ആരുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ടാണ് പരസ്യം ചെയ്തിരുന്നത്. അതെ ഫോട്ടോ ഫ്ലക്സുകൾ. ഇതിലൊരു സാധനം ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഈ പറയുന്ന ഇതിൽ പെട്ടുപോയ ഇയാള് എന്താ പറയുക, പെട്ടുപോയതല്ല, ഈ തട്ടിപ്പ് നടത്തിയ മെയിൻ ആള്. ഇയാളുടെ കൂടെ ഇയാൾ ആരുടെയൊക്കെ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ടെന്ന് അറിയോ? നാട്ടിലെ പ്രധാനമന്ത്രിയുടെ വരെ ഇയാൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് ആള് ഈ പറയുന്ന നാട്ടുകാർ ഇപ്പൊ പറയുന്ന ഇതേപോലെ ഒരു സ്കീമിന് നടത്തി ആൾക്കാരൊക്കെ വരുമ്പോൾ ഈ ഫോട്ടോ എല്ലാം അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും. ഇന്ന ആള് ഇവരുടെ കൂടെ നിൽക്കുന്നു, അവരുടെ കൂടെ നിൽക്കുന്നു, മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്നു, ഇവരുടെ കൂടെ നിൽക്കുന്നു, അവരുടെ കൂടെ നിൽക്കുന്നു. ഇവരൊക്കെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ആൾക്കാരെ കാണിച്ച് പറ്റിക്കാണ്. കാരണം ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർ എന്താ വിചാരിക്കുക, സാധാരണ ആൾക്കാരല്ലേ, പറഞ്ഞിട്ട് കാര്യമുണ്ടോ, അതും സ്കൂട്ടർ പകുതി വിലക്ക് കിട്ടുന്നു എന്ന് പറയുന്നു. അതും അങ്ങനെ ചൂഷണം ചെയ്യപ്പെടാനുള്ള സാധ്യതയുള്ള ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് ചൂഷണം ചെയ്തൊരു സാധനമായിരുന്നില്ല അത്. അതെ. പിന്നെ അതും ഈ പറയുന്ന നമ്മൾ സാധാരണ ആൾക്കാരാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ വലിയ ടെക്നിക്കൽ നോഹവോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഇതോ, സാധാരണ നാട്ടിലൊരു പരിപാടി നടക്കുകയാണ്, ഒരു
പിന്നെ ഇപ്പോൾ ഒരു പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ഒരു പരിപാടി നടക്കുന്നു, അവിടെ കുറേ ആൾക്കാർ സ്കൂട്ടർ കൊടുക്കുന്നു. പകുതി വിലയ്ക്ക് സ്കൂട്ടർ കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമാണ്. ഒരു 90,000 രൂപയുടെ സാധനം 45,000 രൂപയ്ക്ക് കൊടുക്കുന്നു. കുറച്ച് പേർക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് പറ്റും, ബാക്കിയുള്ളവരും പോയി പൈസ കൊടുക്കില്ലേ? ഇപ്പോൾ ഒരുപാട് വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അതുപോലെ സമൂഹത്തിന് കുറച്ച് ഉയർന്നെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകൾക്കൊക്കെ എതിരെ തെളിവുകൾ സഹിതം അഭിജിത്ത് സംസാരിക്കുമ്പോഴത്തേക്കും ഒരുപാട് ഭീഷണികൾ വരാൻ ചാൻസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും? അത്യാവശ്യത്തിനുണ്ട്, എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, അത്യാവശ്യത്തിന് ഭീഷണികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാര്യമൊന്നുമില്ല. എന്തെങ്കിലും ഒരു ഭീഷണി പറയണോ? ഇപ്പൊ കറന്റ് ഫേസിങ് ലീഗൽ ഭീഷണികളും കുറച്ച് കാര്യങ്ങളും ഇതേപോലെ അക്കൗണ്ടിന്റെ കുറച്ച് സാധനങ്ങളും ഒക്കെയാണ്. പിന്നെ ആദ്യമൊക്കെ കുറെ ആൾക്കാർ ഇങ്ങനെ വിളിച്ച് നീ അതല്ല ഇങ്ങനെ പലതും പറയുമായിരുന്നു. ഇപ്പൊ പിന്നെ വിഷയമാക്കുന്നില്ല. അതെ. ബേസിക്കായിട്ട് ഒരു തട്ടിപ്പാണെന്ന് പെട്ടെന്ന്, ഒരു ഫൈനാൻഷ്യൽ തട്ടിപ്പാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ ആൾക്കാർ എന്തെങ്കിലും സഹായിക്കുന്ന അത് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇഫ് ഇറ്റ് ഈസ് ടു ഗുഡ് ടു ബി ട്രൂ, എന്തോ പ്രശ്നമുണ്ട്. കാരണം ഇപ്പോൾ അൺറിയലിസ്റ്റിക് ഗെയിംസ് അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്ക് മാസം 10% അല്ലെങ്കിൽ മാസം ഒരു സിമ്പിളായിട്ട് നോക്കിയാൽ മതി. നമുക്ക് ഒരു ബാങ്കിൽ FD ഇട്ടാൽ എത്ര രൂപ കിട്ടും? 7%, 8%. മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടാൽ എത്ര കിട്ടും? മാക്സിമം 9%, 10%. അതാണ് അതിൻ്റെ ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ അതാണ് യൂഷ്വലി സാധാരണ ആൾക്കാർക്ക് അല്ലെങ്കിൽ സാധാരണ നമുക്ക് ട്രസ്റ്റഡ് ആയിട്ട് കിട്ടുക അല്ലെങ്കിൽ റിട്ടേൺസ് ആയിട്ട് കിട്ടുക എന്ന് പറയാം. ഇതല്ലാതെ ഇപ്പോൾ ഈ ഇടയ്ക്ക് വേറൊരു ഫിനാൻസ് കമ്പനി പൊട്ടിയിരുന്നു. അവർ ഇതേപോലെ ഫിക്സഡ് ഡെപ്പോസിറ്റിന് 14%, 12% എന്നുള്ള രീതിക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലുണ്ട്. പക്ഷെ എന്നാലും അവർ ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ അത് കണക്കാക്കിയിട്ടുണ്ടായിരുന്നു. അവരത് കൊളാപ്സായി. അതും നമ്മുടെ നാട്ടിലുള്ള ഒരു അത്യാവശ്യം നല്ല പേര് കേട്ട ഈ എല്ലാ സ്ഥലത്തും ബ്രാഞ്ചുള്ള ഒരു ഫിനാൻസ് കമ്പനിയായിരുന്നു. അതിൽപ്പോലും ഇപ്പോൾ ബാങ്കിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ 7%, 8% കിട്ടും, അല്ലെങ്കിൽ 7% കിട്ടുള്ളൂ. പക്ഷെ ഇവർ 14%, 16% തരുന്നു എന്ന് പറഞ്ഞിട്ട് അതിൽ കൊണ്ടിട്ടു. ഫിനാൻസ് കമ്പനികളിൽ പോലും അങ്ങനത്തെയാണ് പ്രശ്നം. പിന്നെ അതും പോരാതെ കുറേ മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, അതിലും റിസ്ക് തന്നെയാണ്. അവരും ഇതേപോലെ ഫിക്സഡ് ഡെപ്പോസിറ്റിന് 12%, 13%, 16%. അത് തന്നെ റിസ്ക്കാണ്. അപ്പോഴാണ് ചില സ്കീമുകളിൽ മാസം 10% എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ വർഷത്തിൻ്റെ കണക്കാണ്. FDയിൽ കിട്ടുന്നത് വർഷത്തിൽ 7%, മറ്റേ മ്യൂച്വൽ ഫണ്ടിൽ ആണെങ്കിൽ 9% വർഷത്തിലെ കാര്യം പറഞ്ഞു. അപ്പോഴാണ് ഇവർ ചില ആൾക്കാർ മാസത്തിൽ തരുന്നതെന്ന് പറഞ്ഞത്. നമുക്ക് ഇത്രയുമൊക്കെ തരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല ഈ പറയുന്ന ആൾക്കാരൊന്നും ഇരിക്കുന്നത്. നമുക്ക് അതായത് നമ്മൾ കുറച്ച് പൈസ കൊണ്ട് കഴിഞ്ഞാൽ അത് നേരെ ഡബിളാക്കി തരാനോ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ വെറുതെ ഇരുന്ന് പൈസ തരാൻ വേണ്ടി ആരും ഇരിക്കുന്നില്ല. അതാണ് വിഷയം. പിന്നെ നമ്മൾ നോക്കുമ്പോൾ പല ആൾക്കാർക്കും പൈസ കിട്ടുന്നുണ്ടാവും. കാരണം ഏത് സ്കീമാണ് ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകൾ പലതും ഫോളോ ചെയ്യുന്ന ഒരു പോൺസി മോഡലാണ്. പോൺസി അല്ലെങ്കിൽ പിരമിഡ് മോഡലാണ്. പോൺസി എന്ന് പറയുമ്പോൾ അതായത് പോൺസി എങ്ങനെയാണ് ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുക. അതായത് പോൺസി സ്കീമുകളെന്ന് പറയുമ്പോൾ ഈ ഒരു ടേം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം ഒരു പോൺസി സ്കീം എടുത്ത് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു സ്കീം വർക്ക് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഒരു പൈസ നിങ്ങൾക്ക് തരാം, അല്ലെങ്കിൽ നിങ്ങളുടെ പൈസ ഞാൻ എടുക്കുന്നു, 1,00,000 രൂപ നിങ്ങൾ എനിക്ക് തരുന്നു. ഞാൻ പറയുകയാണ് ഒരു 2 മാസം കഴിഞ്ഞിട്ട് അതൊരു 1,50,000 തിരിച്ചു തരാം. എൻ്റെ കയ്യിലെ പൈസ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് 1,50,000 തിരിച്ച് തരുന്നുണ്ട് ഒരു 2 മാസം കഴിഞ്ഞിട്ട്. പക്ഷെ ആ സമയത്ത് തന്നെ ഞാൻ ഇതേപോലെ ഒരു 10 പേർക്കും കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അവരും ഇങ്ങനെ 1,00,000 തരുന്നുണ്ട്. പിന്നെ പൈസ എനിക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പൈസ ഇങ്ങനെ റോൾ ചെയ്ത് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക. അതാണ് ഈ പറയുന്ന പോൺസി സ്കീം എന്നുള്ളൊരു സാധനം. അതായത് ഇപ്പോൾ നമ്മൾ പുതിയ ആൾക്കാർ, ഇപ്പോൾ ഒരാൾ വന്നു വേറെ 2 പേരുടെ നിന്ന് വേറെ പൈസ വാങ്ങിച്ചിട്ട് ഇതിൽ നിന്ന് പിരിച്ചിട്ട് ഇങ്ങോട്ട് തരുന്നു. ഈ 2 പേർക്ക് ഇനി പൈസ കൊടുക്കണമെങ്കിൽ വേറെ 4 പേരുടെ പൈസ എടുത്തിട്ട് വേണം ഇവർക്ക് കൊടുക്കാൻ. ആ 4 പേർക്ക് കൊടുക്കണമെങ്കിൽ പിന്നെ 8 പേരുടെ വേറെ പൈസ എടുത്തിട്ട് അവർക്ക് കൊടുക്കണം. ഇതിങ്ങനെ പൈസ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സ്കീമുകളൊക്കെ ഇങ്ങനെ ഓടുന്നത്. അപ്പോഴായിരിക്കും നമ്മളിങ്ങനെ കാണുക, ഇയാൾക്ക് കിട്ടുന്നുണ്ട്, ഇപ്പോഴത്തെ ആൾക്ക് കിട്ടുന്നുണ്ട്, അപ്പോൾ പിന്നെ നമ്മളിട്ടാൽ നമുക്കും പൈസ കിട്ടും. പക്ഷെ നമ്മളിടുമ്പോഴായിരിക്കും ഈ പറയുന്ന സാധനം കൊളാപ്സ് ആകും. അപ്പോൾ എന്ത് പറ്റും? അവർക്ക് പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൈസ പോയിട്ടുണ്ടാവും. ഇതാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഫിനാൻസ് കമ്പനി പൊട്ടിയതിൻ്റെ ഒരു കാര്യം പറഞ്ഞല്ലോ, കൊളാപ്സ് ആയത്. അതിൽ നടന്ന നേരത്തെ വേറൊരു ഫിനാൻസ് കമ്പനി ഉണ്ടായിരുന്നു, ഭാവനയൊക്കെ ആയിരുന്നു അതിൻ്റെ പരസ്യത്തിലൊക്കെ ഒരു 4 കൊല്ലം മുന്നത്തെ പരസ്യമാണ്.
പക്ഷെ അത് കൊളാപ്സ് ആയത് ഇങ്ങനത്തെ കാര്യത്തിലാണ്. എനിക്ക് തോന്നുന്നു കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയാലും ആക്ടേഴ്സ് ആയാലും സെലിബ്രിറ്റീസ് ആയാലും എന്താണ് കാര്യമെന്ന് അറിയാണ്ട് ഇതുപോലുള്ള ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളെ എൻഡോസ് ചെയ്യുന്നത്. അതൊക്കെ ഒരു ഇപ്പോൾ നമ്മൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും എന്താ ഏതാണെന്നൊന്നും നോക്കുന്നില്ല. ഇപ്പോൾ സ്കിൻ കെയർ പ്രൊഡക്ട്സിൻ്റെ കാര്യത്തിൽ അയ്യോ അത് 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 എത്ര വലിയൊരു സ്കാമാണ്. ഈ ഇടയ്ക്കൊരു പെങ്കൊച്ചുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, ഞാനൊരു വാഷ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ എടുക്കുമ്പോഴേക്കും ഇത് വെളുത്ത് വരുന്നു. ഇത് കാണുന്നവർ വിശ്വസിക്കുന്നുണ്ട് അല്ലേ? പിന്നെ അതേ വേറൊരു പെങ്കൊച്ച്, ഇവിടെ ഒരു കുരു വന്നിട്ടുണ്ട്, ഞാൻ ഒരു സാധനം വെച്ച് ഇവിടെ വെച്ചു, എൻ്റെ കുരു അപ്പം തന്നെ അല്ലെങ്കിൽ അന്ന് വൈകിട്ട് തന്നെ പോയി. ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ? പക്ഷെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. പറയുന്ന ഇതും കണ്ടിട്ട് ആൾക്കാർ ഈ പറയുന്ന ഓരോരോ അതൊക്കെ വെച്ച് മുഖത്ത് വാങ്ങിച്ച് വെക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഇത്. അവർ ഈ പറയുന്ന ആൾക്കാർ, ഇപ്പോൾ നമ്മൾ കാണുന്ന ആൾക്കാർ കരുതേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരസ്യത്തിനെ പരസ്യമായിട്ട് കാണണം. പരസ്യത്തിൽ അതിന്റെ ഡിസ്ക്ലൈമർ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം. അതിന് ആരും ഡിസ്ക്ലൈമർ ഇടുന്നില്ലല്ലോ. ഇൻഫ്ലുവൻസേഴ്സ് ഇത് പരസ്യമാണെന്ന് തന്നെ പലരും പറയുന്നില്ല. ഇപ്പം ഞാനും പരസ്യം ചെയ്യാറുള്ളതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇപ്പില്ല എന്നാലും. പക്ഷെ പരസ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് പെയ്ഡ് പാർട്ട്ണർഷിപ്പാണ് അല്ലെങ്കിൽ #, ആഡാണ് എന്ന് എന്താ പറയുക ഡിസ്ക്ലെയിം ചെയ്തിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. കാരണം അങ്ങനെ ചെയ്യണമെന്നാണ് നിയമം. ആരും പാലിക്കാറില്ല. പലരും ഈ പറയുന്ന ഈ സ്കിൻ കെയറിൻ്റെ ആണെങ്കിലും ഫിനാൻഷ്യൽ പ്രൊഡക്ട്സിൻ്റെ ആണെങ്കിലും അതിൻ്റെ ഒക്കെ പരസ്യമാണെങ്കിൽ അത് പരസ്യമാണെന്ന് പോലും പറയുന്നില്ല. ഇതൊരു പരസ്യമല്ല ഇതെന്റെ ജീവിതത്തിൽ ഇതൊരു പരസ്യമല്ല എന്ന് തന്നെ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ തൊട്ട് എനിക്കൊരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പോഴാണ് ഞാനൊരു പേജ് കണ്ടത്. ഈ പേജിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ചപ്പോൾ അവരെനിക്കിതൊക്കെ അയച്ചു തന്നെ എൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് ഇത് തന്നു. നല്ല അടിപൊളി സെറ്റപ്പാണ്. ഇത് പരസ്യമല്ല. ഓ ഇത് പരസ്യമല്ലേ? ഇത് പരസ്യമല്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ പറയുന്ന പേജിനെ ടാഗ് ചെയ്ത ഒരു കൊളാബ് ഇട്ടിട്ട് പരസ്യമല്ല. ഇത് പരസ്യമല്ല. ഇപ്പൊ നമ്മളല്ലാതെ അഭിജിത്ത് ചെയ്ത കാര്യങ്ങളെ പറ്റി സംസാരിച്ചു. ഈ കോണ്ടന്റ് ക്രിയേഷനിൽ വരുന്നതിന് മുന്നേ അഭിജിത്ത് എന്തായിരുന്നു ചെയ്തിരുന്ന ജോലി? അങ്ങനെ എന്ത് ഫീൽഡിലായിരുന്നു? ഞാൻ ബ്ലോഗിങ് ആയിരുന്നു. ബ്ലോഗിങ്, ടെക് ജേർണലിസം, പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അങ്ങനെ വന്നിട്ട് ഞാൻ ഈ പറയുന്ന ഈ ഇടയ്ക്ക് വരെ ഫ്രീലാൻസ് ആയിട്ട് ടെക് ജേർണലിസം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പിന്നെ ഫുൾ ടൈം കണ്ടന്റിലോട്ട് ഇറങ്ങിയ പോലെയാണ്. എന്തായിരിക്കും ഇങ്ങനെയുള്ള സ്കാമുകളെ പറ്റി, സൈബർ സ്കാമുകളും അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളെ പറ്റി ചെയ്യുന്നത്? ഒരുപാട് നെഗറ്റീവ്സ് വന്നിട്ടും പേഴ്സണലി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും തുടർന്നു പോകാനുള്ള കാരണം എന്തുകൊണ്ട് അഭിജിത്ത് ഇങ്ങനെ തുടരുന്നു? അല്ല, ഇപ്പോൾ നമുക്ക് ഇതേപോലെ ഒരുപാട് എതിർപ്പ് വരുമ്പോഴാണ് പിന്നെയും ഫയറാവുന്നല്ല, ഇപ്പം ഫയറല്ല ഫ്ലവറാന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. പക്ഷെ എന്നാലും നമുക്ക് ഒരു മൂവ് ഫോർവേഡ് എന്നുള്ള ഒരു സാധനം വരുന്നത്, അതായത് ഇപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് കുറച്ച് മാറ്റങ്ങൾ അല്ലെങ്കിൽ ആൾക്കാർക്കൊരു അവയർനെസ് വരുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം ഈസ് വൺ തിങ്. പിന്നെ അക്കൗണ്ടല്ലേ, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടല്ലേ, ഇപ്പോൾ ഫോളോവേഴ്സും കാര്യങ്ങളല്ല ഒക്കെ പിന്നെയും എത്ര അക്കൗണ്ട് വേണമെങ്കിൽ ഉണ്ടാക്കാമല്ലോ എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അഭിജിത്തിന് ഇനിയും ആളുകൾക്ക് ഉപയോഗമുള്ള, ആളുകളിലേക്ക് അവയർനെസ് എത്തുന്ന ഒരുപാട് കണ്ടന്റുകൾ ഇനിയും ചെയ്യാൻ പറ്റട്ടെ. ഇനി ബാനൊന്നും ഇല്ലാണ്ട് ഇൻസ്റ്റാഗ്രാം വരാൻ പറ്റട്ടെ എന്ന വിഷയം. അല്ല, അതിനുള്ള കാര്യങ്ങൾ ലീഗലി മൂവ് ചെയ്യുന്നുണ്ട്, കിട്ടുമായിരിക്കും. താങ്ക് യു. സമയം ചെലവഴിച്ചത് താങ്ക് യു.